ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷന്റെ നിർണായകമായ കൗൺസിൽ യോഗമായിരുന്നു. ഈ കൗൺസിൽ യോഗം നിർണായകമാകാൻ കാരണം ജയിലിലുള്ള BJP കൗൺസിലർ ആർ സുഗതന്റെ അവധി അപേക്ഷ പരിഗണിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ ആർ സുഗതൻ അയോഗ്യനാകും. 50 അംഗങ്ങൾ മാത്രമുള്ള BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു കൗൺസിലർ അയോഗ്യനാവുകയും ആ വാർഡ് നിലനിർത്താൻ കഴിയാതെ പോവുകയും ചെയ്താൽ BJP പ്രതിസന്ധിയിലാകും. അതുകൊണ്ട് തന്നെ ആർ സുഗതന്റെ അവധി അപേക്ഷ കൗൺസിൽ അംഗീകരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഈ കൗൺസിൽ അംഗീകരിക്കാനും ചില പ്രതിസന്ധികളുണ്ട്. കാരണം 51 അംഗങ്ങളുടെ പിന്തുണയാണ് ഇതുവരെ പ്രത്യക്ഷത്തിൽ BJPക്ക് ഉണ്ടായിരുന്നത്. അതായത് ഒരു സ്വതന്ത്രനും 50 BJP കൗൺസിലർമാരും അടക്കം 51 അംഗങ്ങളുടെ പിന്തുണ BJPക്ക് ഉണ്ടായിരുന്നു ഇതുവരെ. എന്നാൽ ആർ സുഗതൻ ജയിലിലാകുന്നതോടുകൂടി മേയറുടെ കാസ്റ്റിംഗ് വോട്ട് ചേർന്നാൽ പോലും 50 എന്ന നിലയിലേക്ക് വരും. ഇപ്പുറത്ത് മറ്റൊരു സ്വതന്ത്രൻ കൂടി പിന്തുണച്ചാൽ, പ്രതിപക്ഷത്തെ പിന്തുണച്ചാൽ അവരുടെ അംഗസംഖ്യ LDFും UDFും ചേർന്നാൽ അവരുടെ അംഗസംഖ്യയും 50ലേക്ക് മാറും. അതായത് 29 LDF, 20 കോൺഗ്രസ്, ഒരു സ്വതന്ത്രൻ, ഇങ്ങനെ അവരും 50 എന്ന നിലയിലേക്ക് പോകും. അങ്ങനെ വന്നാൽ സുഗതന്റെ അവധി അപേക്ഷ പരിഗണിക്കപ്പെടാൻ അല്ലെങ്കിൽ അംഗീകരിക്കാനുള്ള സാധ്യത കുറയും. അതുകൊണ്ട് തന്നെ സുഗതന് അയോഗ്യതാ ഭീഷണി വീണ്ടും ഉയരും. ഇതാണ് ഇന്ന് രാവിലെ കൗൺസിൽ യോഗം ചേരുമ്പോൾ ഉണ്ടായിരുന്ന സ്ഥിതി. എന്നാൽ പെട്ടെന്ന് തന്നെ സ്ഥിതിഗതികൾ ഇന്ന് മാറിമറിയുകയായിരുന്നു. ഭരണപക്ഷത്തിന് ഇടിവെട്ട് നീക്കങ്ങൾ ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടി വരും. സുഗതനൊപ്പം പ്രതിപക്ഷത്തു നിന്നും ഒരാളുണ്ടായിരുന്നു എന്നതാണ് ഇന്നത്തെ പ്രതിപക്ഷത്തെ ഞെട്ടിച്ച ഒരു കാര്യം. അതായത് ഇന്ന് കൗൺസിൽ യോഗം തുടങ്ങുമ്പോൾ മറ്റ് അജണ്ടകൾക്കൊപ്പം മേയർ VV രാജേഷ് സുഗതന്റെ അവധി അപേക്ഷയും പരിഗണിക്കുന്നു. അവധി അപേക്ഷ കൗൺസിലിൽ വായിക്കുന്നു. അതിനുശേഷം വോട്ടിങ്ങിലേക്ക് പോകുന്നു. സുഗതന്റെ അവധി അപേക്ഷയെ അംഗീകരിക്കുന്ന കൗൺസിലർമാരെ കൈ ഉയർത്താനായി മേയർ VV രാജേഷ് ആവശ്യപ്പെടുന്നു. BJPക്കിടെ 50 അംഗങ്ങൾ, BJPക്ക് ഇപ്പോൾ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള പാറ്റൂർ രാധാകൃഷ്ണൻ എന്ന സ്വതന്ത്ര അംഗം, അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിനൊപ്പം എന്ന് വിശ്വസിച്ചിരുന്ന പൗണ്ട് കടവ് വാർഡ് മെമ്പർ സുധീഷ് കുമാറും അവരോടൊപ്പം കൈ ഉയർത്തി. അങ്ങനെ 51 അംഗങ്ങളുടെ പിന്തുണ BJPക്ക് വരുന്നു, സുഗതന്റെ അവധി അപേക്ഷയ്ക്ക് വരുന്നു. അങ്ങനെ അവധി അപേക്ഷ കൗൺസിലിൽ അംഗീകരിക്കപ്പെടുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാടകീയ രംഗം ഇന്ന് കൗൺസിലിൽ, തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ഉണ്ടായത്. രണ്ടാമത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ നടന്നു. അതായത് വളരെ രഹസ്യമായി BJPയുടെ ചില നീക്കങ്ങൾ ആർ സുഗതനെ രക്ഷിക്കാനായി ഉണ്ടായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. അതായത് ആർ സുഗതൻ ഇതിനിടയിൽ സർക്കാരിന് എസ്കോർട്ട് പരോളിന് അപേക്ഷ നൽകുന്നുണ്ട്. അതായത് താൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്, കാപ്പ കേസിൽ കരുതൽ തടങ്കലിലാണ് ഞാൻ, അങ്ങനെ ഇരിക്കെ ഈ 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ല എങ്കിൽ എനിക്ക് അയോഗ്യതയുണ്ടാകും. ആ അയോഗ്യത ഉണ്ടാകാതിരിക്കാൻ എസ്കോർട്ട് പരോളിൽ ഈ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്ത് തിരികെ വരാനുള്ള അനുമതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തര വകുപ്പിന് വിയൂർ ജയിലിലെ ജില്ലാ സൂപ്രണ്ട് വഴി സർക്കാരിന് അപേക്ഷ സമർപ്പിക്കുകയായിരുന്നു. സർക്കാർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനമെടുത്തതിന് ശേഷം സുഗതനെ അറിയിക്കുന്നു. ജയിൽ സൂപ്രണ്ട് വഴിയാണ് സർക്കാരിൻ്റെ ഉത്തരവ് പോയത്. ആ ഉത്തരവിൽ പറയുന്നത് താങ്കളുടെ ഈ എസ്കോർട്ട് പരോളിനുള്ള അപേക്ഷ അത് സർക്കാർ നിരസിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ എസ്കോർട്ട് പരോൾ നൽകാത്തത് കാരണം താങ്കൾക്ക് ഈ കൗൺസിലർഷിപ്പ് നഷ്ടപ്പെടില്ല, അതിന് മറ്റ് വഴികളുണ്ട്. അതായത് ജയിൽ സൂപ്രണ്ട് വഴി അവധി അപേക്ഷ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലിന് താങ്കൾക്ക് സമർപ്പിക്കാവുന്നതാണ്. കൗൺസിൽ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് താങ്കളുടെ കൗൺസിലർ സ്ഥാനം നഷ്ടം വരികയില്ല എന്ന് സംസ്ഥാന സർക്കാർ തന്നെ, ആഭ്യന്തര വകുപ്പ് തന്നെ സുഗതനെ അറിയിക്കുന്നു. അതിനുശേഷമാണ് ജയിൽ സൂപ്രണ്ട് മുഖേന, അഭിഭാഷകൻ മുഖേന പിന്നീട് ഈ കൗൺസിലിലേക്ക് സുഗതന്റെ അവധി അപേക്ഷ വരുന്നത്. ആ അവധി അപേക്ഷയാണ് ഇന്ന് കൗൺസിൽ അംഗീകരിച്ചിരിക്കുന്നത്. കൗൺസിൽ ഈ അവധി അപേക്ഷ അംഗീകരിച്ചതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. ദീപക്കും അതുപോലെ തന്നെ SP ദീപക് എന്ന് പറഞ്ഞാൽ LDFിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറാണ്. അദ്ദേഹവും UDFിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറായിട്ടുള്ള ശബരിനാഥും ഇതിനെ ശക്തമായി എതിർത്ത് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. ശബരിനാഥ് ഇതിനെതിരെ ശക്തമായ എതിർപ്പുയർത്തിയപ്പോൾ ഈ ഉത്തരവ് ചൂണ്ടിക്കാട്ടിയാണ് ശബരിനാഥിനെ മേയർ പ്രതിരോധത്തിലാക്കിയത്. UDF സർക്കാരിൻ്റെ ഉത്തരവാണ്. UDF ക്യാമ്പ് നിശബ്ദമാവുകയായിരുന്നു. അതായത് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ നാടകീയമായ നീക്കങ്ങളോടുകൂടി, ചില നീക്കങ്ങൾ വളരെ രഹസ്യമായിരുന്നു, അത്തരം നീക്കങ്ങളോടുകൂടി ഇപ്പോൾ BJP ഇതാ മറ്റൊരു പ്രതിസന്ധിയെ കൂടി താണ്ടിയിരിക്കുകയാണ്. അതായത് സുഗതന് ഇനി 6 മാസത്തേക്ക് അയോഗ്യതയുണ്ടാവില്ല. 6 മാസത്തേക്ക് ഈ
പങ്കെടുക്കുന്നതിന് കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ തന്നെ ഒഴിവാക്കിയിരിക്കുകയാണ്, അവധി അപേക്ഷ അനുവദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അയോഗ്യത എന്നൊരു കാരണം അല്ലെങ്കിൽ അയോഗ്യത ഇനി സുഗതനെ തേടി എത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ നീക്കത്തിനെതിരെ UDFും LDFും കോടതിയെ സമീപിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. കോടതി ഉത്തരവ് ഇക്കാര്യത്തിൽ എന്താണ് എന്നറിയില്ല. ഈ മുനിസിപ്പൽ നിയമങ്ങൾ അനുസരിച്ച്, മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് ഇക്കാര്യത്തിൽ ഈ ചെയ്ത നടപടി ശരിയാണോ എന്നതൊക്കെ കോടതി ഇഴകീറി പരിശോധിക്കുന്നുണ്ടാകും. അതിനുശേഷം കോടതിയുടെ അഭിപ്രായത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് അറിയുന്നത്. പക്ഷേ എന്തായാലും നിലവിൽ ഇപ്പോൾ സുഗതൻ്റെ അവധി അപേക്ഷ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. സുഗതന് ഇനി അയോഗ്യതയുടെ വിഷയം വരുന്നില്ല. 6 മാസത്തേക്ക് കോർപ്പറേഷൻ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും സുഗതനെ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇത് തീർച്ചയായും ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, BJPയെ പിന്തുണയ്ക്കുന്നത് കേവലം ഒരു സ്വതന്ത്ര അംഗം മാത്രമല്ല, 2 സ്വതന്ത്ര അംഗം എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അതായത് BJP നേരത്തെ തന്നെ അത്തരത്തിലൊരു ഫോർമുല ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം സ്വതന്ത്ര അംഗങ്ങൾ 2 പേരെയും BJP നേരത്തെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അവരുടെ പിന്തുണ. പക്ഷേ ഒരാളെക്കുറിച്ച് അധികം ചർച്ചയാകാതിരിക്കാൻ അദ്ദേഹം പ്രതിപക്ഷത്തോടൊപ്പം നിൽക്കും എന്നൊരു തോന്നലുണ്ടാക്കുകയായിരുന്നു ചെയ്തത്. കാരണം ഈ സ്വതന്ത്ര അംഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്വതന്ത്ര അംഗത്വത്തിൻ്റെ പിന്തുണയെക്കുറിച്ച്, നിലപാടുകളെക്കുറിച്ചൊക്കെ എപ്പോഴും ടെലിവിഷൻ ചാനലുകളിൽ മറ്റും പ്രത്യക്ഷപ്പെടുന്നത് പാറ്റൂർ രാധാകൃഷ്ണൻ എന്ന സ്വതന്ത്ര അംഗമാണ്. പക്ഷേ മറ്റേ സ്വതന്ത്ര അംഗം, അതായത് പൗണ്ടുകടവ് വാർഡ് കൗൺസിലർ സുധീഷ് കുമാറിനെ അങ്ങനെ അങ്ങ് നമ്മൾ ടെലിവിഷൻ ചാനലുകളിലും മീഡിയ എക്സ്പോഷറും ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അദ്ദേഹം അവിടെ രഹസ്യമായി ഇരിക്കുകയായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. നിർണായകമായ ഘട്ടത്തിൽ അദ്ദേഹം BJPയെ പിന്തുണച്ചിരിക്കുന്നു, ഭരണപക്ഷത്തെ പിന്തുണച്ചിരിക്കുന്നു എന്ന് വേണം ഇക്കാര്യത്തിൽ നിന്നും അനുമാനിക്കേണ്ടത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒന്നും കാണാതെയല്ല BJP തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിലിരിക്കുന്നത്. 50 അംഗങ്ങളുടെ പിന്തുണ മാത്രമേയുള്ളൂ എന്ന് BJPക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ 5 വർഷവും ഭരണം നിലനിർത്താനുള്ള എല്ലാ പൊടിക്കൈകളും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ ഒരു നാടകീയ രംഗം ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് BJP ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. നിരവധി സംസ്ഥാനങ്ങൾ, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളും കോർപ്പറേഷനുകളും ഒക്കെ ഭരിക്കുന്ന പാർട്ടിയാണ്. തീർച്ചയായും ശരിയാണ്, കേരളത്തിൽ ആദ്യമായിട്ടാണ് അവർ കോർപ്പറേഷൻ ഭരണത്തിൽ വരുന്നത്. പക്ഷേ അതും തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അവർ ഭരണത്തിലേക്ക് വരുന്നത് യാതൊരുവിധ അനുഭവ പരിചയവും ഇല്ലാതെ അല്ല. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം 2015-ലും 2020-ലും എല്ലാം അവിടെ പ്രധാന പ്രതിപക്ഷമായി മാറിയിരുന്നത് BJPയാണ്. BJPക്ക് 35 അംഗങ്ങൾ വീതം 2 തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണരംഗത്തെക്കുറിച്ചുള്ള അനുഭവ സമ്പത്ത് അത് BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒട്ടും അന്യമല്ല. അവർ തീർച്ചയായും കൗൺസിലർമാരെല്ലാം ഇരുത്തം വന്ന കൗൺസിലർമാരാണ്. ഭരണരീതികളെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം അഗാധമായ അനുഭവ സമ്പത്തും അറിവുമുള്ള കൗൺസിലർമാരാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നു എന്ന് പറഞ്ഞ് BJPയെ പ്രതിസന്ധിയിലാക്കാനോ BJPയെ അട്ടിമറിക്കാനോ ഒന്നും ആരും ശ്രമിക്കേണ്ട എന്നതിൻ്റെ ആദ്യ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന ഒരു ചിന്ത ആദ്യം ഈ സത്യപ്രതിജ്ഞ റദ്ദാക്കിയപ്പോൾ ഉണ്ടായിരുന്നു. കാരണം മറ്റ് 19 കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാതെ പോയി. പക്ഷേ ജയിലിൽ സത്യപ്രതിജ്ഞയ്ക്ക് കളമൊരുങ്ങുന്നതോടുകൂടി BJP ആ പ്രതിസന്ധിയെ തരണം ചെയ്യുന്നു. ഇപ്പോഴിതാ അവധി അപേക്ഷ കൗൺസിലിനെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതും BJPക്ക് ഒരു വെല്ലുവിളിയായിരുന്നു. എന്നാൽ ആ വെല്ലുവിളി നിഷ്പ്രയാസം BJP മറികടന്നിരിക്കുന്നു.